2.5 വയസ്സുള്ള ഈ പിഞ്ചു കുഞ്ഞിനെയാണ് കിണറ്റിലെറിഞ്ഞു കൊന്നത്. ഇന്ന് പുലർച്ചെ മുതൽ ദേവേന്ദുവിനെ കാണാനില്ലെന്നായിരുന്നു വീട്ടുകാരുടെ പരാതി. ബാലരാമപുരം പോലീസ് സ്ഥലത്തെത്തി തെരച്ചിൽ തുടങ്ങി. കുഞ്ഞുറങ്ങിയത് അച്ഛൻ ശ്രീജിത്തിനൊപ്പമെന്നായിരുന്നു അമ്മ ശ്രീധുവിന്റെ മൊഴി. രാവിലെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടെന്നും പോലീസിനോട് പറഞ്ഞു. അമ്മയ്ക്കൊപ്പമാണ് കുഞ്ഞുറങ്ങിയെന്നായിരുന്നു അച്ഛന്റെ മൊഴി. അതിനിടെ രാവിലെ ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാറിന്റെ മുറിയിൽ തീപിടുത്തമുണ്ടായി. ഇതറിഞ്ഞാണ് എഴുന്നേറ്റതെന്നും മൊഴി വന്നു. ആകെ അസ്വാഭാവികതയായപ്പോൾ പോലീസ് ഫയർഫോഴ്സിനെ വരുത്തി കിണറ്റിൽ പരിശോധന നടത്തി. നാടിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ആ വാർത്ത പുറത്തു വന്നു. 2.5 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കിണറ്റിൽ കണ്ടെത്തി. 2.5 വയസ്സായ കൊച്ചു ഇറങ്ങി വരുമോ? മരണത്തിൽ സ്വാഭാവികമായിട്ടും ദുരൂഹത വളരെ കൂടുതലാണ്. ഇത് പുറത്തുനിന്ന് ഒരാൾ ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതോടെ അച്ഛനെയും അമ്മയും അമ്മാവനെയും മുത്തശ്ശിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നതാണെന്ന് ചോദ്യം ചെയ്യലിനിടെ അമ്മാവൻ ഹരികുമാർ കുറ്റസമ്മതം നടത്തി. പക്ഷെ എന്തിനു വേണ്ടി 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പോലീസിന് ലഭിച്ചില്ല. അമ്മയും അമ്മാവനും പരസ്പര വിരുദ്ധമായ മൊഴികൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. നേരിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം കുട്ടി നേരിട്ട് കിണറിൽ വീഴാനുള്ള സാധ്യത കുറവാണ്. അതിനിടെ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞത് തന്നെ. കൊലപ്പെടുത്തിയ ശേഷമല്ല കിണറ്റിലെറിഞ്ഞത്. ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞിരുന്നു. ശരീരത്തിൽ മുറിവുകളുടെ പാടുകളില്ല. ഇതോടെ പോലീസിന് ശാസ്ത്രീയ സ്ഥിരീകരണമായി. കുടുംബ ബന്ധത്തിലെ താളപ്പിഴകൾ പോലീസ് സംശയിക്കുകയാണ്. കുട്ടിയുടെ അച്ഛൻ ശ്രീജിത്തും അമ്മ ശ്രീധുവും തമ്മിൽ അകൽച്ചയിലായിരുന്നു. ശ്രീധുവിന്റെ അച്ഛന്റെ മരണാനന്തര ചടങ്ങിനായാണ് ശ്രീജിത്ത് അടുത്തിടെ വീട്ടിലെത്തിയത്. സഹോദരൻ ഹരികുമാറിന് സ്വഭാവ ദൂഷ്യമുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണ സംഘം. ചില സ്ത്രീകളുമായുള്ള ബന്ധത്തെ സഹോദരി ശ്രീധു എതിർത്തിരുന്നു. ഇതോടെ സഹോദരിയോടും മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പങ്കുവയ്ക്കുന്നു. ഇക്കാര്യങ്ങൾ അമ്മയ്ക്കും അറിയാമായിരുന്നു. കൊല്ലപ്പെട്ട ദേവേന്ദുവിനോട് ഹരികുമാർ മുൻപും ദേഷ്യത്തോടെ പെരുമാറിയിട്ടുണ്ടെന്ന് പോലീസ് പറയുകയാണ്. എന്ത് കാരണത്താലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നും അതിൽ അമ്മ ശ്രീധുവിന്റെ പങ്കെന്തെന്നും ഉറപ്പിക്കാനുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. അതേസമയം ഈ കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വീടിനകത്തുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിലൂടെ കടം വാങ്ങിച്ചതായി അറിയാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇവര് പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ കുഞ്ഞിന്റെ കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക പ്രശ്നങ്ങളില്ലെന്നും പോലീസ് ഉറപ്പിക്കുകയാണ്. KSFനും ഗോകുൽനാഥിനുമൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.